Hello, good morning students. Welcome to my class. Today we are going to study bending of beams. Elasticity ഒരു ആപ്ലിക്കേഷനാണ് bending of beams. എന്താണ് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ബീം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് it is a set of that is a layer. It consists of lot of layers and whose length is very large compared to its breadth or thickness. And there is at the middle layer, it is called as a neutral axis. So a theory which is related to the bending of beams when we apply the forces or stresses on the sides or due to a load on the beam is called as bending theory. So if we apply a load or a stress which is perpendicular to a longitudinal axis, അതായത് അതിന് നീളത്തിന് ലംബമായി ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ബീമിന് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? ആ ബീം ബെൻഡ് ചെയ്യും, എന്ന് വെച്ചാൽ വളയും. നമ്മൾ ബീമുകൾ കണ്ടിട്ടുണ്ട്, ബിൽഡിങ്ങിൽ കണ്ടിട്ടുണ്ട്, പാലത്തിനടിയിൽ ബീം കണ്ടിട്ടുണ്ട്, റെയിൽവേ ബീമാണ്. ഇവിടെ എല്ലാം ബീം ഈ ബെൻഡിങ് തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എ മെറ്റീരിയൽ, ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രെസ് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ yield just before the flexure test. It represents the highest stress that is experienced within the material at the moment of its yield. Sigma is used as the symbolic representation of flexural strength. ഒരു മെറ്റീരിയലിൻ്റെ ഫ്ലെക്സുറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെസ്സാണ്. അതിൻ്റെ ഫ്രം ദ yield ജസ്റ്റ് ബിലോ ദ ഫ്ലെക്സർ ടെസ്റ്റ്, അതായത് ഏറ്റവും ഹയസ്റ്റ് സ്ട്രെസ് അത് ബെൻഡ് ചെയ്യുന്ന സമയത്തുള്ള മാക്സിമം സ്ട്രെസ്, അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്, അതിനെ ഫ്ലെക്സുറബിൾ സ്ട്രെങ്ത് സിഗ്മ എന്ന് നമ്മൾ വിളിക്കും. ഇനി അടുത്തതായി ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആദ്യമേ കുറച്ച് അസംഷൻസ് ഉണ്ട്. ദ ബീം ഇസ് യൂസ്ഡ് സ്ട്രേറ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ. നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത ബീം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലോഞ്ചിറ്റ്യൂണൽ ബീമാണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അത് ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കിൾ ആയിരിക്കാം, ക്രോസ് സർക്കിൾ ആയിരിക്കാം. ദ ബീം യൂസ്ഡ് ഈസ് ഓഫ് ഹോമോജീനിയസ് മെറ്റീരിയൽ വിത്ത് എ സിമെട്രിക് ലോഞ്ചിറ്റ്യൂണൽ പ്ലെയിൻ. ഒരേ സാധനം കൊണ്ടുണ്ടാക്കിയ ബീമാണ്. ദ പ്ലെയിൻ ഓഫ് സിമെട്രി ഹാസ് ഓൾ ദ റിസൾട്ടൻറ്റ് ഓഫ് അപ്ലൈഡ് ലോഡ്സ്. അതായത് ഈ ബീമിനെ രണ്ടായി ബാധിക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, അതാണ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഹാസ് ഓൾ ദ റിസൾട്ടൻറ്റ് ഓഫ് അപ്ലൈഡ് ലോഡ്സ്. അപ്ലൈ ചെയ്ത ഫോഴ്സുകളുടെ എല്ലാം റിസൾട്ടൻറ്റ് ഉണ്ടാവും. ദ പ്രൈമറി കോസ് ഓഫ് ലെയർ ഈസ് ബക്ലിംഗ്. ഈ റിമെയിൻസ് സെയിം ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. എലാസ്റ്റിസിറ്റി മോഡുലസ് ആണ്, സെയിം ആയിരിക്കും. ക്രോസ് സെക്ഷൻ റിമെയിൻസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ക്രോസ് സെക്ഷൻ ബെൻഡിങ്ങിന് മുമ്പും പിൻപും സെയിം ആയിരിക്കും. Consider an unstressed beam which is subjected to a constant bending moment such that the beam bends up to a radius r. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ് ചെയ്യാത്ത ഒരു ബീമിനെ അസ്യൂം ചെയ്യുക. അതിൽ ഒരു ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സിനെ, ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ്, ഒരു നീളത്തിന് പെർപെൻഡിക്കുലർ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അതിനാണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ദ ടോപ്പ് ഫൈബേഴ്സ് ആർ സബ്ജക്ട് ടു ടെൻഷൻ വേറസ് ദ ബോട്ടം ഫൈബേഴ്സ് ആർ സബ്ജക്ട് ടു കംപ്രഷൻ. അപ്പോൾ ആ ബീമിൻ്റെ മുകളിലത്തെ എലമെൻറ്റ്സ്, അതായത് ഫൈബേഴ്സ്, അതായത് അതിൻ്റെ ലേയേഴ്സ് നമ്മൾക്ക് പറയാം. അതായത് ഒരു ബീമിനെ പല ലെയറുകളായി നമ്മൾ വിചാരിക്കാം. ആ ലെയറുകളിലെ മുകളിലത്തെ ലേയേഴ്സ് അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് വെച്ചാൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ മുകളിലത്തെ ലേയേഴ്സ് നീളം കൂടുന്നതായി കാണാൻ സാധിക്കും. Whereas the bottom fibers are subjected to compression. അപ്പോൾ ബെൻഡിങ് ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഫൈബേഴ്സ് അല്ലെങ്കിൽ ലേയേഴ്സ് അതിൻ്റെ നീളം കുറയുന്നതായി, കംപ്രസ് ചെയ്ത് അതിൻ്റെ നീളം കുറയുന്നതായിട്ട് കാണാം. ഈ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നതാണ് ഇവിടെ സീറോ, സ്ട്രെസ് സീറോ ആണ്. അവിടെ ബെൻഡിങ്ങും ഇല്ല, എലാങ്ങേഷനും ഇല്ല, അതുപോലെ തന്നെ കംപ്രഷനും ഇല്ല, ബെൻഡിങ്ങും ഇല്ല. നമ്മൾ ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നു. സി ഡി എന്ന് പറയുന്നത് ന്യൂട്രൽ സർഫസ് ആണ്. എ ബി എന്ന് പറയുന്നത് ഒരു ജനറൽ ലെയറാണ്. അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എ ബി ബി ഡാഷ് ബി ഡാഷ് ആയി മാറുന്നു, സി ഡാഷ് ഡി ഡാഷ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവുന്നു. ആ ആംഗിൾ കർവേച്ചർ ആയതുകൊണ്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ആവുന്നു.
അപ്പോൾ ആ ആംഗിൾ തീറ്റ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ ആ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു തീറ്റ. ആ അനുസരിച്ച് C'(D') എന്ന് പറയുന്ന നമ്മൾ സ്ട്രെയിറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ A'(B') - C'(D') by C'(D') A'(B' - AB അതാണ് ആ സ്ട്രെയിൻ. അപ്പോൾ ആ സ്ട്രെയിൻ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതാം A'(B' - C') കാരണം CD യും CD' ഒന്ന് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ആർക്ക് ലെങ്ത് ഇസ് റേഡിയസ് ഇൻറ്റു തീറ്റ R+Y തീറ്റ മൈനസ് R തീറ്റ ബൈ R തീറ്റ. അവസാനം Y by R എന്ന് കിട്ടും. അപ്പോൾ Y by R എന്ന് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും σ/y = Y by R. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് Y by R ആണ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അപ്പോൾ ഈസ് യങ്സ് മോഡുലസ്. അപ്പോൾ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഈസ് സ്ട്രെയിൻ. സോ സിഗ്മ ഇസ് എ സ്ട്രെസ് സിഗ്മ ആണ്. യങ്സ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ σ/y-നെ E by R എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ ക്രോസ് സെക്ഷൻ ഏരിയ അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ വിഡ്ത്ത് dy ആണ് അറ്റ് എ ഡിസ്റ്റൻസ് y. അപ്പോൾ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് E by R × y. കാരണം E by R എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത എന്താണ് σ/y. അതായത് പെർ യൂണിറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് E by R ആണ്. അപ്പോൾ y ഡിസ്റ്റൻസിന് ആവശ്യമായ സ്ട്രെസ് എന്തായിരിക്കും? E by R × y ആയിരിക്കും. ഇപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് ഫോഴ്സ് കിട്ടും. അപ്പോൾ സിഗ്മ സ്ട്രെസ് ആണെങ്കിൽ ∆A എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ്സിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടും. ഇനി F × y. അപ്പോൾ ഇനി അടുത്ത് നോക്കുക, ഈ സിഗ്മയുടെ വാല്യൂ എന്താണ്? E by R y ആണ് സിഗ്മ. അപ്പോൾ ∆y അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ E by R y എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവസാനം ആ അടുത്ത മൂന്നാമത്തെ വരിയിൽ നോക്കാം, F × y. വൈനെ നമ്മൾ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. F × y എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൊമെൻ്റ് ആണല്ലോ. സോ E by R y² ∆A. അതിനുശേഷം M എന്ന് റീപ്ലേസ് ചെയ്യുന്നു. കാരണം M എന്ന് പറയുന്നത് മൊമെൻ്റാണ്, ടോട്ടൽ മൊമെൻ്റ് ആണ്. മൊമെൻ്റോ അല്ല, ടോട്ടൽ മൊമെൻ്റ് M = σ E by R y² total y² ∆A. So E by R sigma y² ∆A and sigma y² ∆A is known as second moment of area and represented by I. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M എന്ന് പറയുന്നത് മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് E by R × I. ഇതിനെയാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. മുകളിലത്തേത് സിഗ്മ സ്ട്രെസ് ഓഫ് ഡിസ്റ്റൻസ് വൈസിനെ ഇക്വേഷൻ 1 എന്ന് പറയും. ആ ഇക്വേഷൻ 1 ഉം 2 നിന്ന് നമുക്ക് മനസ്സിലാക്കാം E by R is equal to σ/y ഫ്രം ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷൻ E by R എന്ന് പറയുന്നത് M/I ആണ്. അപ്പോൾ σ/y is equal to M/I. അതിനെ E by R എന്ന് വിളിക്കാം. ഇതിനെയാണ് നമ്മൾ ബെൻഡിങ് തിയറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. താങ്ക് യു. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ എല്ലാം ഒന്ന് എഴുതിയിട്ട് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കുക. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.